ബോളിവുഡിന് എന്താണ് സംഭവിച്ചത്? ഇതെന്തോന്ന് റീമേക്ക് ഇൻഡസ്ട്രിയോ എന്നിങ്ങനെ നിരവധി പരിഹാസങ്ങളും കളിയാക്കലുകളും പോയ വർഷങ്ങളിൽ ഏറ്റുവാങ്ങിയ ഒരു ഇൻഡസ്ട്രി ആയിരുന്നു ബോളിവുഡ്. എന്നാൽ ജവാൻ, പത്താൻ, ആനിമൽ, ടൈഗർ പോലുള്ള സിനിമകളുടെ കളക്ഷൻ കൊണ്ട് അവർ അതിന് മറുപടി കൊടുത്തു. എന്നാൽ ഇന്ന് അതേ വിമർശനം തമിഴ് ഫിലിം ഇൻഡസ്ട്രിയും കേട്ടുകൊണ്ടിരിക്കുന്നു. പോയ വർഷം നിരവധി ബ്ലോക്ക് ബസ്റ്റർ ഉണ്ടായിരുന്ന ഒരു ഇൻഡസ്ട്രി ഇന്ന് ബോക്സ് ഓഫീസിൽ കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. 2024 ക്യാപ്റ്റൻ മില്ലർ മാത്രമാണ് അല്പമെങ്കിലും ആശ്വാസമായി കോളിവുഡിന് പറയാനുള്ളത്. ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ ദളപതി വിജയെ നായകനാക്കിയെടുത്ത ലിയോ വേൾഡ് വൈഡ് 618 കോടിയോളം നേടിയിരുന്നു. നെൽസണും സൂപ്പർ സ്റ്റാർ രജനീകാന്തും ഒരുപോലെ തിരിച്ചു വന്ന ജയിലർ നേടിയത് 605 കോടിയിലധികമാണ്. മണിരത്നത്തിന്റെ പൊന്നിയിൻ സെൽവൻ പാർട്ട് 2 344 കോടിയിലധികം നേടി. 300 കോടിയിലധികം നേടി വാരിസും, 200 കോടിയിലധികം നേടി തുനിവും, 100 കോടിയിലധികം നേടി ധനുഷിന്റെ വാത്തിയും, വിശാൽ SJ സൂര്യ കൂട്ടുകെട്ടിൽ വന്ന മാർക്ക് ആന്റണിയും, മറ്റ് വിജയ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ജിഗർദണ്ഡ XX, മാമന്നൻ, മാവീരൻ തുടങ്ങിയ ചിത്രങ്ങളും. നല്ല പ്രേക്ഷക അഭിപ്രായങ്ങൾ കിട്ടിയ സിനിമകൾ ഇനിയുമുണ്ട്. എന്നാൽ ആ യാത്ര തുടരാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കോളിവുഡ് ഉള്ളത് എന്ന് പറയാം. ക്യാപ്റ്റൻ മില്ലർ, അയലാൻ, അരമന 4 തുടങ്ങിയ ചിത്രങ്ങളാണ് അത്യാവശ്യമെങ്കിലും ബോക്സ് ഓഫീസ് വീഴാതെ പിടിച്ചു നിർത്തിയത് എന്ന് പറയാം. എന്നാൽ ഇതിനോടകം 100-നടുത്ത് സിനിമകൾ റിലീസ് ചെയ്തു കഴിഞ്ഞു. എന്തുകൊണ്ടായിരിക്കും കോളിവുഡിന് ഇങ്ങനെ സംഭവിക്കുന്നത്? അന്ന് ബോളിവുഡ് വീണപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നത് കണ്ടന്റ് ഇല്ല, വെറുതെ പൈസ ചെലവഴിക്കുന്നു എന്നൊക്കെയായിരുന്നു. എന്നാൽ കോളിവുഡിൽ വന്നാൽ കണ്ടന്റിന് ക്ഷാമമില്ലാത്തൊരു ഇൻഡസ്ട്രി എന്ന് തന്നെ പറയേണ്ടി വരും. സയൻസ് ഫിക്ഷൻ, ഹൊറർ, ഫാന്റസി, ഡ്രാമ, ആക്ഷൻ, മാസ് അങ്ങനെ എല്ലാ ജോണറുകളും ഒരുപോലെ കൈകാര്യം ചെയ്യുന്ന മറ്റ് ഇൻഡസ്ട്രി ഇന്ത്യയിലുണ്ടോ എന്നത് സംശയമാണ്. പിന്നെ എന്താണ് പ്രശ്നം? സൂപ്പർ സ്റ്റാർ രജനീകാന്ത് സിനിമ വന്നിട്ടും ഒരു ഓളവും ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നത് തമിഴ് സിനിമയെ സംബന്ധിച്ച് വലിയൊരു കാര്യം തന്നെയാണ്. ലാൽ സലാം എന്ന ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രം അല്ലെങ്കിലും ശ്രദ്ധേയമായ ഒരു വേഷം തന്നെയാണ് ചെയ്തത്. എന്നാൽ കുഞ്ഞു കുഞ്ഞു നല്ല സിനിമകൾ ഇതിനിടയിൽ ഇറങ്ങുന്നുണ്ടെങ്കിലും ആരും അറിയാതെ പോകുന്ന ഒരു സാഹചര്യവുമുണ്ട്. തമിഴ് സിനിമയ്ക്ക് പിടിച്ചു നിൽക്കാൻ സൂപ്പർ സ്റ്റാറുകൾ തന്നെ വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്ന് പറയേണ്ടി വരും. അതേസമയം ഇങ്ങിവിടെ മോളിവുഡിൽ കാണാൻ സാധിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ന് പറയാം. മലയാള സിനിമകളുടെ വിജയത്തിന് പിന്നിൽ സിനിമയുടെ കണ്ടന്റ് ആണ് എന്നതിൽ സംശയമുണ്ടെന്ന് തോന്നുന്നില്ല. അവിടെ സൂപ്പർ സ്റ്റാർ എന്നോ മെഗാ സ്റ്റാർ എന്നോ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ ഈ പരിഹാസങ്ങൾക്കൊക്കെ വർഷത്തിന്റെ 2ാം പകുതിയിൽ കോളിവുഡ് പകരം വീട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം വമ്പന്മാരെല്ലാം വരാനിരിക്കുന്നത് 2ാം പകുതിയിലാണ്. ജൂലൈ 12-ന് ഉലകനായകൻ കമൽഹാസൻ ഇന്ത്യൻ 2-ലൂടെ അതിന് തുടക്കമിട്ട് സൂര്യയുടെ കങ്കുവ, വിജയുടെ ഗോഡ്, രജനീകാന്തിന്റെ വേട്ടയാൻ, അങ്ങനെ അമരൻ, തങ്കലാൻ, മഹാരാജ, രായൻ, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ കിടപ്പുണ്ട്. എല്ലാം പ്രതീക്ഷകൾ നൽകുന്ന ചിത്രങ്ങളും. ആദ്യ പകുതിയിൽ ആഘടിപ്പിച്ച് 2ാം പകുതി വെച്ച് ബ്ലോക്ക് ബസ്റ്റർ അടിക്കുമോ കോളിവുഡ് എന്ന് കണ്ടു തന്നെ അറിയാം.